എല്ലാവർക്കും നമസ്കാരം. ജയിൽ വകുപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ചിത്രങ്ങളാവും വരുന്നത്, അല്ലേ? ചിലപ്പോൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്? ഇന്ന് നമുക്ക് കേരളത്തിലെ ജയിൽ വകുപ്പിന്റെ ഉള്ളറകളിലേക്ക് ഒന്ന് പോയി നോക്കാം. അതിന്റെ ഘടനയും പ്രവർത്തനങ്ങളുമൊക്കെ ഒന്ന് അടുത്തറിയാം. അപ്പോ ആ കൂറ്റൻ മതിലുകൾക്ക് പിന്നിലുള്ള ലോകം അത് ആരാണ് ഭരിക്കുന്നത്? ആരാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു ഘടന? ഇതൊക്കെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശരി, നമുക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ബേസിക് ആയ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആരാണ് ഈ ഒരു വലിയ സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ? ഏറ്റവും ടോപ്പില്, അതായത് ഈ മുഴുവൻ സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ്. ഇതൊരു സാധാരണ പോസ്റ്റല്ല, ഒരു സീനിയർ IPS ഓഫീസറായിരിക്കും ഈ സ്ഥാനത്ത് ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാല് നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി, അതായത് DGP, അതേ റാങ്കിലുള്ളൊരു പോസ്റ്റാണ് ഇതും. ഇതെന്ന് നോക്കിക്കേ, ഏറ്റവും മുകളിൽ നമ്മൾ പറഞ്ഞ DGP റാങ്കിലുള്ള ഡയറക്ടർ ജനറൽ, അദ്ദേഹത്തിന് താഴെയായിട്ട് നമ്മുടെ കേരളത്തെ 3 സോണുകളായി തിരിച്ചിരിക്കുകയാണ്: നോർത്ത്, സെൻട്രൽ, പിന്നെ സൗത്ത്. ഓരോ സോണിന്റെയും തലപ്പത്ത് ഒരു DIG, അതായത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഉണ്ടാകും. ഇനി അതിനും താഴെയാണ് നമ്മൾ ഈ കാണുന്ന ഓരോരോ ജയിലുകൾ വരുന്നത്. ആ ഓരോ ജയിലിന്റെയും ദൈനംദിന കാര്യങ്ങൾ നോക്കി നടത്തുന്നത് അവിടത്തെ സൂപ്രണ്ടായിരിക്കും. ശരി, അപ്പോ അധികാരഘടന നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം: കേരളത്തിലെ എല്ലാ ജയിലുകളും ഒരുപോലെയാണോ? അല്ലേയല്ല, പലതരം ജയിലുകളുണ്ട്. ഓരോന്നിനും അതിന്റേതായ ലക്ഷ്യങ്ങളും ഘടനയുമുണ്ട്. നമുക്കതൊന്ന് നോക്കാം. നോക്കൂ, കേരളത്തിലെ ജയിലുകളുടെ ഒരു തരംതിരിവാണിത്. നമുക്ക് സെൻട്രൽ ജയിലുകളുണ്ട്, ഏറ്റവും ഹൈ സെക്യൂരിറ്റിയുള്ളവ, പിന്നെ ജില്ലാ ജയിലുകൾ, സ്പെഷ്യൽ സബ് ജയിലുകൾ, പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള വനിതാ ജയിലുകൾ. കൂട്ടത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് തുറന്ന ജയിലുകൾ. ഓരോന്നിനും അതിന്റേതായ ഒരു റോളുണ്ട് ഈ സിസ്റ്റത്തില്. ഈ ഒരു കമ്പാരിസൺ നോക്കിയാൽ കാര്യം കുറച്ചുകൂടി വ്യക്തമാകും. ഒരു സൈഡിൽ സെൻട്രൽ ജയിൽ, അവിടെ ഹൈ സെക്യൂരിറ്റിയാണ്. വലിയ ശിക്ഷയൊക്കെ കിട്ടിയ ഒരുപാട് കാലം കിടക്കേണ്ട തടവുകാരാണ് അവിടെ ഉണ്ടാവുക. എന്നാൽ നേരെ മറുവശത്ത് തുറന്ന ജയിൽ, അവിടെ സെക്യൂരിറ്റി വളരെ കുറവാണ്. കൂടുതൽ വിശ്വാസത്തിന്റെ പുറത്താണ് കാര്യങ്ങൾ. പുനരധിവാസവും കൃഷിയുമൊക്കെയാണ് അവിടുത്തെ മെയിൻ ഫോക്കസ്. അപ്പോൾ കണ്ടില്ലേ, ഒരേ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ എത്ര വ്യത്യസ്തമായ 2 കോൺസെപ്റ്റുകളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഈ വകുപ്പിന്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? തടവുകാരെ പിടിച്ചു ജയിലിലകത്തിടുക അതുമാത്രമാണോ ഇവരുടെ പണി? അല്ല, അതിനപ്പുറം ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ശരിക്കും 2 കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകണം. അതൊരു ബാലൻസിംഗ് ആണ്. ഒന്നാമത്തേത്, കസ്റ്റഡിയിലുള്ള തടവുകാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, അവരാരും ചാടിപ്പോകാതെ നോക്കുക, ജയിലിനുള്ളിൽ ഒരു ക്രമസമാധാനമുണ്ടാക്കുക. അതേസമയം തന്നെ ആ തടവുകാർക്കും നിയമപരമായ കുറെ അവകാശങ്ങളുണ്ട്, അത് സംരക്ഷിക്കണം. പോരാത്തതിന് അവർക്ക് തിരിച്ച് സമൂഹത്തിലേക്ക് വരാൻ ഒരു പുനരധിവാസത്തിനുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊടുക്കുകയും വേണം. ഇനി നമുക്ക് ഈ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും ചലഞ്ചിങ് ആയ ഒരു ലക്ഷ്യത്തിലേക്ക് വരാം. അതാണ് പരിഷ്കരണവും പുനരധിവാസവും. അതായത് ഒരാളെ ശിക്ഷിക്കുക എന്നതിലുപരി ആ വ്യക്തിയെ തിരുത്തി നല്ലൊരു മനുഷ്യനായിട്ട് തിരികെ സമൂഹത്തിലേക്ക് അയക്കുക. അതാണ് ഇതിന്റെ എല്ലാം കാതൽ. അപ്പോ ഈ പുനരധിവാസം എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. നോക്കൂ, ആദ്യം തന്നെ അവർക്ക് വേണ്ട സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുക്കും. പിന്നെ പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കണ്ടേ, അതിനുവേണ്ടിയുള്ള തൊഴിൽ പരിശീലനം നൽകും. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് അവരെ വീണ്ടും സമൂഹത്തിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള സഹായവും ചെയ്യും. ഇതൊരു ചിട്ടയായ പ്രോസസ്സാണ്. ഇത് കണ്ടോ, തടവറകൾ തിരുത്തലിനുള്ള ഇടങ്ങളായി മാറുമ്പോൾ ഈ ഒരു വാചകത്തിൽ ആ വലിയ ആശയം മുഴുവനുമുണ്ട്. ജയിലുകൾ എന്നത് കേവലം ശിക്ഷിക്കാനുള്ളൊരിടമല്ല, മറിച്ച് തെറ്റുകൾ തിരുത്തി പുതിയൊരു ജീവിതം തുടങ്ങാനുള്ളൊരു ഇടമായി മാറണം. അതാണ് ആത്യന്തികമായ ലക്ഷ്യം. ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഫുഡ് ഫോർ ഫ്രീഡം. ജയിലിലെ ചപ്പാത്തിയും കറിയുമൊക്കെ നമ്മളിൽ പലരും കഴിച്ചിട്ടുണ്ടാവും. അപ്പോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു കാര്യം, പക്ഷെ അതിനേക്കാളൊക്കെ വലുത് അതിലൂടെ ആ തടവുകാർക്ക് ഒരു തൊഴിൽ പഠിക്കാൻ പറ്റുന്നു, അവർക്കൊരു ആത്മവിശ്വാസം കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് റീഹാബിലിറ്റേഷന്റെ ഒരു സൂപ്പർ സക്സസ് മോഡലാണ്, അല്ലേ? ഓക്കെ, ഇത്രയധികം നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷെ എല്ലാം അത്ര ഭംഗിയായിട്ടൊന്നും അല്ല പോകുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. മുന്നോട്ടുള്ള യാത്ര അത്ര എളുപ്പമൊന്നുമല്ല. എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് നോക്കാം. പ്രധാന പ്രശ്നം ഓവർ ക്രൗഡിംഗ് ആണ്.
അതായത് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും കൂടുതൽ ആളുകൾ പല ജയിലുകളിലുമുണ്ട്. രണ്ടാമത്തെ പ്രശ്നം ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ല എന്നുള്ളതാണ്. ജീവനക്കാരുടെ കുറവ് കാര്യങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. പിന്നെ കാലം മാറുന്നതനുസരിച്ച് ജയിലുകളും മാറണ്ടേ? പുതിയ ടെക്നോളജി, പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ, പുനരധിവാസത്തിനുള്ള പുതിയ വഴികൾ, ഇതിനൊക്കെയുള്ളൊരു മോഡേണൈസേഷൻ എപ്പോഴും ആവശ്യമാണ്. അപ്പൊ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചുവരാം. എന്താണ് കേരളത്തിലെ ജയിലുകൾ? ആളുകളെ പൂട്ടിയിടാനുള്ള വെറും തടവറകൾ മാത്രമാണോ? അതോ മനുഷ്യരെ തിരുത്തി നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന തിരുത്തൽ കേന്ദ്രങ്ങളായി അവ മാറിക്കൊണ്ടിരിക്കുകയാണോ? ഒരു പക്ഷേ ഉത്തരം ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിരിക്കാം, അല്ലേ? എന്തായാലും ആ ഒരു മാറ്റത്തിന്റെ യാത്ര ഇപ്പോഴും തുടരുകയാണ്.